തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. ഹോമിയോപതിക് ഡോക്ടറായ ഡോക്ടർ സിജു തോട്ടപ്പള്ളി. ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സിസ്റ്റർ, ഇന്നത്തെ കൗമാരപ്രായക്കാർക്കിടയിൽ ലഹരിയുടെ ഉപയോഗം കൂടുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഒരു കൗമാരപ്രായക്കാരുടെ ഇടയിലെ ലഹരി ഉപയോഗം കൂടുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ ഓരോരുത്തരെയും പേടിപ്പിക്കുന്ന ഭയാനകമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കും സാഹചര്യത്തിലേക്കും നമ്മുടെ മക്കൾ വഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും വേണ്ട രീതിയിലുള്ളൊരു വിജിലൻസ് ഇതിനകത്ത് എടുത്തില്ല എങ്കിൽ സമീപ ഭാവിയിൽ നമ്മുടെ കുടുംബങ്ങൾ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ യങ് ജനറേഷൻ നശിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. കാരണം അത്രയധികം കേസസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വളരെ നമ്മളെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒത്തിരിയേറെ കേസുകളുണ്ട്. അതിൽ നിന്ന് ഒരു കേസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. 14 വയസ്സുള്ള ഒരു കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ വരികയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ പറയുന്നത് അവൻ്റെ ബിഹേവിയറിൽ പെരുമാറ്റത്തിൽ ആകമാനം മാറ്റമായി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 1-2 മാസമായിട്ട് തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഇവരിൽ നിന്നെല്ലാം ഒരു അകൽച്ച, ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇവരെ പേടിപ്പിച്ചൊരു സംഭവം, അവൻ്റെ ഒരു അനുജനുണ്ട്, 10 വയസ്സുകാരനാണ്. ഒരു അനുജത്തിയുണ്ട്, 8 വയസ്സുകാരിയാണ്. അപ്പോൾ ഈ അനുജൻ്റെ അടുത്തും ഈ 10 വയസ്സും 8 വയസ്സുമുള്ള ഈ കുട്ടികളുടെ അടുത്ത് ചെന്ന് ഇവൻ പറയുന്നു, ഞാനൊരു ചോക്ലേറ്റ് പോലത്തെ ഒരു സാധനം തരാം, അതിനുശേഷം നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് വന്ന് നമ്മുടെ വീട്ടിലൊരു പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് DJ പാർട്ടി വേണമെങ്കിൽ ഇവിടെ നടത്താനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇളയ കുട്ടിയുടെ അടുത്ത് അശ്ലീലമായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാനും കൊണ്ടുചെന്നു. അപ്പോൾ ഈ 2 കുട്ടികളും ഒരു ദിവസം അപ്പനും അമ്മയും ഇല്ലാതിരുന്നൊരു ദിവസമാണിത് സംഭവിക്കുന്നത്. ഫാദറും മദറും വരുമ്പോഴത്തേക്ക് ഇവർ കരഞ്ഞുകൊണ്ട് പറയുവാണ്, ചേട്ടായി ഞങ്ങളെ ഇങ്ങനെ നിർബന്ധിച്ചു, ചേട്ടായി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കാരണം അത്രയും ദിവസങ്ങൾ ഇവരോർത്തു കുഴപ്പമില്ല, അവൻ പ്രശ്നമില്ലാതെ പോയിക്കോളും, പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. ഇവരെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇവനെക്കുറിച്ച് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞെങ്കിലും ഫാദറും മദറും അത്ര സാരമായിട്ട് അതിനെ എടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു കേസ് ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, കുഞ്ഞ് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവൻ മാത്രമല്ല, അവൻ്റെ പ്രായത്തിലുള്ളവരും അതിനേക്കാൾ ഇളയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഗ്യാങ്, ഒരു നേച്ചറായിട്ട് കഴിഞ്ഞു. ഒരു ഗ്യാങ് തന്നെ ഇവൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കേസുകളിലേക്കൊക്കെ നമ്മൾ പോയപ്പോഴത്തേക്കുമാണ് മനസ്സിലായത്, ഒരു പ്രദേശത്തെ മുഴുവനും ബാധിക്കുന്ന രീതിയിൽ പോലും ഈ ഒരു ലഹരി ഉപയോഗം മാറിക്കഴിഞ്ഞു എന്നുള്ളത്. എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഇവരെ ഇതിലേക്ക് നയിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു കാരണങ്ങൾ നമ്മൾ പറയുമ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മൾ പറഞ്ഞ പേഴ്സണാലിറ്റി, ടെമ്പറാമെൻ്റ് എന്ന് നമ്മൾ പറയും. കാരണം ഒരു പേഴ്സണാലിറ്റിയിലേക്കൊക്കെ നമ്മൾ കടക്കലെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു 16 വയസ്സിന് ശേഷമാണ്. അവരുടെ ഒരു സൈക്കോളജിക്കലി നമ്മൾ പറയുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള മുഖമുദ്രകൾ അവരിലേക്ക് ശരിക്കും ആലേഖനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു കുട്ടിത്വത്തിലെ നമ്മൾ പറയും ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടെമ്പറാമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഒരു ക്യൂരിയോസിറ്റി അമിതമായിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഇതെന്താണ് എന്നറിയാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അവരിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ക്യൂരിയോസിറ്റി ആണ് ഇവരെ പലപ്പോഴും ഈ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ അറിയാനുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും പല വീടുകളിലും മാതാപിതാക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു സ്ഥലത്തുനിന്ന് അറിഞ്ഞത്, ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നും കുറച്ച് കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി, ചെറിയൊരു പാക്കറ്റിൽ കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ടീച്ചേഴ്സ് വളരെ എന്താ പറയുക, ദേഷ്യത്തോടും വിഷമത്തോടും സങ്കടത്തോടും കൂടിയിട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എത്തിച്ചു. പ്രിൻസിപ്പൽ ഉടനെ തന്നെ ഫോൺ നമ്പർ എടുത്ത് ആ ഫാദറിന് ഫോൺ വിളിക്കുകയാണ്. ആ ഫാദർ ഉടനെ തന്നെ ഓടി വരികയാണ്. അവർക്ക് വലിയ സന്തോഷമായി. ഫാദർ ഓടി വന്നു. വളരെ കെയറിങ് ആണല്ലോ ഫാദർ എന്ന് വിചാരിച്ചിട്ട്
ഇവർ ഫാദർ ഓടി വരുമ്പോൾ അദ്ദേഹത്തിനോട് ഈ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇതാണ് ബാഗിൽ നിന്ന് കണ്ടെടുത്തു എന്ന് അറിഞ്ഞ വശം ആ ഫാദർ കയറി കൊച്ചിനെ തല്ലിക്കൊണ്ട് ചോദിച്ചത്, അപ്പം നീയാണല്ലോ എൻ്റെ ബാഗിൽ നിന്ന് ഈ സാധനം എടുത്തതെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവനറിയാം, അവൻ ആ ബാഗിൽ നിന്ന് എടുക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല വീടുകളിലും ഫാഷൻ പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റൈല് പോലെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ട്രെൻഡ് ആണെന്ന് പല വീടുകളിലും. സാധാരണ നമ്മൾ വീട് പണിയുമ്പം പൂജാമുറികളും അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറികളുമാണ്. പക്ഷെ ഇന്നത്തെ ട്രെൻഡ് എവിടെയാണ്? ആദ്യം വീട് പരതാമസത്തിന് ചെല്ലുമ്പം ആദ്യം ചോദിക്കുന്നത് ബാർ എവിടെയാണെന്നാണ്. അപ്പോൾ ഇതല്ലേ കുട്ടികൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഇതിലൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ ഇവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇത് കഴിച്ചാൽ എന്തുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മദ്യപാനമാണ് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നെങ്കിൽ മദ്യത്തിന് മണമുണ്ട്, സിഗരറ്റ് വലിക്കുമ്പോഴും മണമുണ്ട്, നമ്മുടെ കഞ്ചാവ് അടിച്ചാലും ചെറിയൊരു മണം ഉണ്ടാവും. പക്ഷേ ഇന്ന് വരുന്ന ഇപ്പോൾ LSD അല്ലെങ്കിൽ MDMA പോലെയുള്ള സംഗതികൾ ഉപയോഗിക്കുമ്പം മാതാപിതാക്കൾക്ക് കണ്ടെത്താൻ വളരെ ടഫാണ്. കാരണം ഇതിന് സ്മെല്ല് പോലും വളരെ കുറവായതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കണ്ടെത്താൻ, സിസ്റ്റർ പറഞ്ഞ വിജിലൻസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. മാതാപിതാക്കൾ സ്നേഹം നൽകുന്നുണ്ട്, കരുതൽ നൽകുന്നുണ്ട്, ലവും കെയറും നൽകണം എന്നാണ് സാധാരണ ഞാനൊക്കെ പാരൻറ്റിങ് ക്ലാസ്സിന് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ലവും കെയറിനേക്കാളും കൂടുതൽ ശ്രദ്ധയാണ് കൊടുക്കേണ്ടത്, അറ്റൻഷൻ. അപ്പോൾ ഈ അറ്റൻഷനാണ് ഏറ്റവും വേണ്ടതെന്ന്. പിന്നെ അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള, അതായത് ഒരാളെ അനുകരിക്കാനായിട്ട്, അല്ലെങ്കിൽ സമൂഹം മുഴുവനും വലിയൊരു പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ അതെ, കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്, വിഷ്വൽ മീഡിയകളിലൊക്കെ തിളങ്ങി നിൽക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അത് ഉപയോഗിച്ചു കൊണ്ടുള്ള അവരുടെ പ്രകടനങ്ങൾ, കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ കുറച്ചുകൂടി മുതിർന്ന വ്യക്തികൾക്കറിയാം ഇതിന് ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട്, കോൺസിക്വൻസസ് ഉണ്ട്. അപ്പം ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയേറെയാണ്. അതായത് ഇൻഡിവിജ്വലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ അവർ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്ക്, എല്ലാ മേഖലകളിലേക്കും ആ പ്രശ്നം എത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ കാണുമ്പോൾ അവരാരാധിക്കുന്ന ചിലരെല്ലാം ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു ഉപയോഗം അവരിൽ കൂടുതലായിട്ടുള്ളൊരു ഉന്മേഷം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ളൊരു സന്തോഷത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊരു ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു പ്രവണത അതിൻ്റെ അകത്ത് കൂടുന്നുണ്ട്. നവമാധ്യമങ്ങളൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടല്ലേ കുട്ടികളെ? ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, നമ്മൾ വിശ്വാസ ജീവിതവും ധാർമ്മിക ജീവിതവും ഒക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അതൊരു പാഠ്യപദ്ധതി ആക്കുമ്പോഴും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമാണ് ഇവർ കാണുന്ന ഈ ന്യൂലി സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നവീന സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊണ്ടുവരുന്ന ചില കോൺസെപ്റ്റുകൾ. അതായത് ഇതാണ് എന്തോ സന്തോഷം തരുന്നതെന്ന് പറയും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇതാണൊരു സന്തോഷം തരുന്നതെന്ന് കാണിച്ചുകൊണ്ട് കുറേയേറെ ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് അവരതിൽ നിന്ന് മുതലെടുക്കുകയാണ്. അതെ, അല്ലാതെ അതെ. ഈ ആകർഷണമാണെന്ന് കാണിക്കുന്ന കാര്യങ്ങൾക്ക് എത്രമാത്രം ഒരു റിലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവർക്ക് ഒരു ലോഞ്ചിറ്റിവിറ്റി ഉണ്ട് എന്ന് ആരും പറഞ്ഞു ഒരു കൊടുക്കുന്നില്ല. ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്സിന് വേണ്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കോൺസിക്വൻസസ് ഏത് ലെവൽ വരെ പോകുന്നു ശ്രദ്ധിക്കുന്നില്ല. മിക്കപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ മദ്യം ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുമ്പം ലിവർ അടിച്ചു പോവാന്ന് പറയും. ഇതാണ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡയലോഗ്. പക്ഷെ ലിവർ മാത്രമല്ല അടിച്ചു പോകുന്നത്, അവിടെ നമ്മുടെ കിഡ്നിക്കും പ്രശ്നമാവുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും ലിവറും കിഡ്നിയും മാത്രമല്ല പോകുന്നത്. ഇന്ന് സാധാരണ ഭാഷക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയ ഒരു സമൂഹത്തിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മാനസികമായിട്ടാണ് കുട്ടികളെ വളരെയധികം അതെ, നമ്മൾ തകർക്കുന്നത്. നമ്മുടെ ടൗണുകളിൽ ഇനി കാണാൻ പോകുന്നത് ഒരുപാട് പേര് കിളി പോയ ഒരു സമൂഹം. റോട്ടിൽ നമ്മളിങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. സോംബിയായിട്ട് നടക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ആൾക്കാരെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ കാരണം അതിൻ്റെ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ റിയലി എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെയാണ് ബാധിക്കുന്നത്. അതെ, അതായത് മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് സാമാന്യ ബോധവും അതുപോലെ തന്നെ കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, ഈ ചർച്ചയിലായിരിക്കുമ്പോൾ ഇന്നൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, എൻ്റെ മുൻപിലിരിക്കുന്ന ഈ വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള ഒരു വലിയൊരു എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആണ് നമ്മുടെ ബ്രെയിനിൽ അതെ, അതെ. നടക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷൻസിനെ, അപ്പോൾ ഒരു ഇമോഷൻ എപ്പോഴാണ് ഒരു വൈകാരികമായിട്ടുള്ള നമ്മുടെ അവസ്ഥകൾ എങ്ങനെ മാറുന്നു, അതിനുള്ള എല്ലാ കൺട്രോളും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇല്ല എങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു വാതിലുണ്ട്, വാതിലിൻ്റെ വിജാഗിരിയാണ് നമുക്കറിയാം, ആ വാതിലിനെ അവിടെ ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം. അപ്പം ഈ ഒരു കൺട്രോളിങ് കപ്പാസിറ്റിയാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ബാധിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ആധുനിക സാങ്കേതിക തലത്തിലെ ചികിത്സാ രീതികൾ കൊണ്ട് പലതിനെയും നമുക്ക് മേക്കപ്പ് ചെയ്യാം.
പക്ഷേ നമ്മുടെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഞാനൊരു കൗമാരപ്രായക്കാരെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് പറയാം, യങ് അഡൾട്ട്സ് അതെ. നമുക്ക് വളരെ ഫാമിലി വല്ലാതെ പങ്കുവഹിക്കുന്നുണ്ടല്ലേ കുട്ടികളെ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവനവനിൽ തന്നെയുള്ള ചില പ്രത്യേകതകൾ, സ്വഭാവ പ്രത്യേകതകൾ ഇവരെ ഇതിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സാറ് നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഫാമിലിയിലുള്ള ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കടന്നു കയറ്റം. അപ്പോൾ തീർച്ചയായിട്ടും ചില കേസസൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും, ഒരു കുട്ടിയുടെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് എടുത്തപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതായത് പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് മനസ്സിലാകുന്നത് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന ഭാര്യ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഉപയോഗിക്കുന്നു. അവർക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല ആളെ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും മനസ്സിലായ ഒരു കാര്യം, മോള് തന്നെ എൻ്റെ മുൻപിൽ നിന്ന് ഫാദറിനോട് ചോദിക്കുവാണ്, 10 വയസ്സുള്ളപ്പം എൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു തന്ന ബിയറൊന്നും പപ്പ മറന്നില്ലല്ലേ, അല്ലെ മറന്നു പോയോ? അപ്പോൾ ഒരു കുഞ്ഞുനാളിലെ ചില കൾച്ചറിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ഫാമിലിയിൽ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു കയറുന്ന ഇതുപോലെയുള്ള ലഹരിയുടെ ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട്. തീർച്ചയായിട്ടും. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. മദ്യപാനമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി മാത്രമല്ല, ജീവിതം മുഴുവൻ അവരെ ആക്കേണ്ടത്, റോൾ മോഡൽ ആക്കേണ്ടത് പാരൻസിനെയാണ്. ആ പാരൻസ് നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ കുട്ടികൾ അത് മറ്റുള്ള രീതിയിൽ നടക്കും. അത് ലഹരി മാത്രമല്ല, നമ്മുടെ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് പേര് ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ സെക്ഷുവൽ ലൈഫ് തന്നെ മിക്കപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ ലൈഫും അങ്ങനെയുള്ള പല വളരെ മോശകരമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതും ലഹരിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ആയിരിക്കാം. പലപ്പോഴും എന്താണ് സിസ്റ്റർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് പ്രവർത്തിക്കുന്നത്, അവർക്ക് ഇമോഷൻസും ഫീലിങ്സും ഒക്കെ പലപ്പോഴും അവരുടെ കയ്യിൽ കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അവന് മനസ്സിലെ അവന് കൈകൊണ്ട് പിടിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. പലപ്പോഴും കയ്യിൽ കിട്ടണില്ല. അവൻ എപ്പോഴാണ് കരയേണ്ടതെന്ന് എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ പലപ്പോഴും ദേഷ്യം കയ്യിൽ നിന്ന് വിട്ടുപോകണം. അപ്പം അറിയാത്ത സ്ഥലങ്ങളിലും എവിടെയാണ് വേണ്ടതെന്ന് അറിയില്ല, ദേഷ്യം അറിയാണ്ട് കയ്യിൽ നിന്ന് വന്നു പോകണം. അപ്പോൾ അവൻ്റെ ഇമോഷൻസും ഫീലിങ്സും കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, സിഗരറ്റ് വലിച്ചതിന് സ്കൂളിൽ പിടിച്ചു. അങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് ചോദിക്കുന്നത്, സിസ്റ്റർ ഈ സ്ട്രെസ്സ് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഇവൻ മാധ്യമങ്ങളിലൂടെയും അല്ലെ സിനിമകളിലൂടെയും അല്ലെ വീട്ടിൽ തന്നെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ട്രെസ്സ് കൂടുമ്പോൾ ഇങ്ങനെ വലിച്ചു വിടുവാണ്. അതെ അതെ. അപ്പോൾ അവൻ പറയണ, സിസ്റ്റർ അങ്ങനെയാണ് പതുക്കെ പതുക്കെ. കാരണം ഇവൻ പണ്ടൊക്കെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് പറയുന്നത്, പപ്പ വലിച്ചത് കണ്ടു അല്ല അച്ഛൻ വലിച്ചത് കണ്ടു, അപ്പോൾ അതിൻ്റെ മുറിബീടി എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചില സമയങ്ങളിൽ വളരെ വേദനയോടുകൂടി കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അമ്മമാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പം ഡി അഡിക്ഷൻ ഒരാൾ വരുന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കേണ്ട കാര്യം. നമ്മൾ അപ്പോഴേ തന്നെ പുരുഷൻ എന്നുള്ളതിനെടുത്ത് ടിക്കിടും. പക്ഷെ ഇന്ന് അത് നിർത്തണം, ഇവിടെ ചോദിക്കണം ആരാണ് ചോദിക്കും. അപ്പം ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ നമ്മുടെ ഫാമിലി ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. അപ്പം തീർച്ചയായിട്ടും ഫാമിലിയിൽ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ്, ഇപ്പം സാറ് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ കോപ്പി റൈറ്റേഴ്സാണ്, അതെ, അവർ പഠിക്കുവാണ് ഇതെന്താ ചെയ്യുന്നത്, അവിടെ എങ്ങനെയാ ഒരു സ്വസ്ഥത വരുന്നത്. ഇപ്പം ചില കുട്ടികളൊക്കെ വന്നിട്ട് പറയും, സിസ്റ്റർ കയറി വരുമ്പോഴത്തേക്ക് സ്വസ്ഥതയില്ലാത്തത് കൊണ്ടൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഇത് അടിച്ചിട്ട് വരുന്ന കുട്ടികൾ, സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പം അവർ ഉപയോഗിക്കുന്ന ഇതേ ടൈം തന്നെ ഒന്ന് വന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ. അതെന്നെ മോനെ അങ്ങനെ പറയുന്നത്, അല്ല വീട്ടിൽ അങ്ങനെ ചെയ്യുന്നത്. പണ്ട് പപ്പ നമ്മുടെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരുടെ ഇടയിലാണ് സ്വസ്ഥത കുറവെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ അവരെ എല്ലാം തോന്നുന്നു ബാധിക്കുന്നത്. കാരണം കുട്ടികളുടെ ഇടയിൽ നമുക്കിപ്പോൾ അറിയാം, ഏകാഗ്രത കിട്ടാത്ത ഒരു അശ്രദ്ധാപരമായിട്ടുള്ള രീതി അല്ല അവിടെയും കൂടുതൽ അവിടെയും കൂടുന്നുണ്ട്. പല കുട്ടികളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്,
ഡോക്ടറെ ഈ കഞ്ചാവ് അടിച്ചാൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകളും തെറ്റായ ഇൻഫോർമേഷൻസും ഇവരുടെ ഇടയിൽ പരക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തലയിൽ വെച്ചിട്ടാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നതും. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സും അവരുടെ പഠന രീതികളിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇന്ന് പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും കുട്ടികൾ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ന് കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് അവരുടെ കൂട്ടുകാർ പറയണതാണ് അവർ കേൾക്കുക. അതെ അതെ നമ്മൾ പഠിപ്പിച്ചു വരുന്ന പുസ്തകത്തിൽ നിന്നോ ടീച്ചർമാർ പറയണതോ മാതാപിതാക്കൾ പറയണതോ കേൾക്കണേക്കാളും കൂടുതൽ സുഹൃത്തുക്കൾ പറഞ്ഞാൽ കൺവീൻസ്ഡ് ആണ്. കാരണം ഈ ഒരു പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടുതലായിട്ടും ഈ അഡോളസൻസിലാണുള്ളത്. അതായത് അവരുടെ കൂടെ നടക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഇതേപോലെ തന്നെ ആ കുട്ടികൾ ചെയ്യുന്ന കാര്യം ചെയ്യാതെ മാറി നടക്കുന്ന കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, അവർക്കാരും കൂടെ ഇല്ലാതെയാവുന്നു. അപ്പോൾ ഇത് പേടിച്ചിട്ടും കുട്ടികൾ കൂട്ടം കൂടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു അല്ല, അവരൊരു സംവിധാനത്തിലേക്ക് ഒരു ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിലാവാൻ വേണ്ടിയിട്ട് ഒരു ബിലോങ്ങിങ്നെസ്സിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. സ്റ്റൈലിന് വേണ്ടിയിട്ടും അവരുടെ ഉണ്ട്. കൂടെ ആവാൻ വേണ്ടിയിട്ടും ആ കൂട്ടുകാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ നിർത്താൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് വരുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ഈ ചില അഡൾട്ടായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ അവർ പറയും, സിസ്റ്റർ എനിക്കധികം കൂട്ടുകാരൊന്നുമില്ല, കാരണം ഞാനൊരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ കൂട്ടുകൂടാനുള്ളൊരു സമയം ഇല്ലായിരുന്നത് കൊണ്ടും ഞാൻ ലഹരി ഉപയോഗിക്കാത്തത് കൊണ്ടും ഇപ്പോൾ ഒരു പാർട്ടിക്ക് കൂടാം ഒന്ന് വാ എന്ന് അതെ. പറയുമ്പോഴത്തേക്കും ഞാൻ ചെല്ലാൻ റെഡിയാണെങ്കിൽ എനിക്ക് കൂട്ടുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കൂട്ടുകാരുടെ ഇല്ല, അങ്ങനത്തെ ഒരു കാര്യം എനിക്കറിയില്ല. കാരണം പ്രത്യേകിച്ചും ഈ ലഹരിയുടെ ഒരു അന്തരീക്ഷത്തിൽ കൂട്ടുകൂടുന്ന അതാണ് ഒരു ഒരു സോഷ്യൽ സ്റ്റാറ്റസ്. സംസ്കാരത്തിലേക്കൊക്കെ അതിനെയാണ്, അതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഇന്ന് കാണുന്നത് എല്ലാ വരുന്നത്. കുട്ടികളും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലഹരിയിലേക്ക് കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിലെ ക്രൂരതകൾ കൂടുന്നതായിട്ടാണ് ആ. നമുക്ക് അതെ, കാണാനായിട്ട് അതെ, സാധിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിവേകം എന്ന് പറയുന്നൊരു കാര്യം ദൈവം തന്നിട്ടുണ്ട്. ആ വിവേകമാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പം ഈ വിവേകമില്ലാത്തൊരവസ്ഥ, സഹാനുഭൂതി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സഹജീവികളെ ആ വേണ്ട രീതിയിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഇതിലൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും, ഇത്രയും ചെറുപ്പത്തിലെ ഇത്രയും വലിയൊരു ക്രൂരത എങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ നേരത്തെ സാർ പറഞ്ഞാൽ കിളി പോയിരുന്ന് ഇരിക്കുന്ന അവസരത്തിൽ ഇവൻ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ അവന് നന്മ വരുത്തുന്നുണ്ടോ, ഉം. അല്ലെ മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്നുണ്ടോ എന്ന് ഇവന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, അതായത് കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ മറച്ചു പിടിക്കാൻ പാരൻസിന്റെ ഇടയിൽ നിന്നൊരു ഒരു ഒരു ത്വര തോന്നുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയൊരു പ്രവണത വരുന്നു. നമുക്ക് ടീച്ചേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ തീർച്ചയായും. നമുക്ക് മനസ്സിലാകുന്നത്, അതായത് ഒരു കുട്ടിയുടെ പോക്കത്ര ശരിയല്ല എന്ന് ഉം. അതിനുള്ള വിത്ത് എവിഡൻസ് ടീച്ചേഴ്സ് പറയാനായിട്ട് ശ്രമിച്ചാലും ഉം. ഈ മാതാപിതാക്കൾ അത് അംഗീകരിക്കില്ല. അംഗീകരിക്കില്ല. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനും അമ്മയും മാത്രമല്ല നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ഇവൻ അയൽവക്കക്കാർ ഇടപെടും. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഒരു സമയത്ത് കുറച്ച് താമസിച്ചാണ് സ്കൂളിൽ നിന്ന് വരുന്നതെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള ആൻറ്റിയോ അല്ലെങ്കിൽ അമ്മച്ചിമാരോ ചോദിക്കും, കൊച്ചിത്ര നേരം എവിടെയായിരുന്നോ, ബാക്കി പിള്ളേരൊക്കെ പോണ കണ്ടല്ലോ എന്ന് ചോദിക്കും. പക്ഷെ ഇന്നത് ചോദിക്കാൻ പറ്റാതെ ആയി പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് എൻ്റെ മക്കളും അത് ചെയ്തോട്ടെ ഇന്നിപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ ശിക്ഷകളില്ലല്ലോ. അതെ. സ്കൂളിൽ അത് ശിക്ഷകളില്ല. നമ്മൾ ഒരു കുട്ടിയെ ചീത്ത പറയാൻ പാടില്ല, തല്ലാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. Yeah. അപ്പോൾ മാതാപിതാക്കളും വീട്ടിലും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുട്ടി സ്കൂളിൽ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചു എന്ന് പറഞ്ഞൊരു ടീച്ചർ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരന്റ് വന്ന് മിക്കപ്പോഴും ഇനി കുട്ടിയെ ചീത്ത പറഞ്ഞാൽ കുട്ടി വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കോ, അവൻ അത് എന്തെങ്കിലും സൂയിസൈഡ് കുട്ടികളെ ചെയ്യോ, അവൻ പേടിച്ച് അതാണ് പേടി. നടക്കേണ്ട ഒരു അവസ്ഥയാണ് അതെ, അതുകൊണ്ട് അധ്യാപകർക്കും. രണ്ട് ഭാഗമുണ്ട്. അതിൽ രണ്ട് കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ നിയമവ്യവസ്ഥിതി ഈ അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നൊരു ലഭ്യത,
അതെ. അപ്പൊ എവിടെയാ ഇത് കിട്ടുന്നത്? അപ്പോൾ അവിടെ അവിടെ നിയമങ്ങളില്ലേ? അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ എന്താണ് ഇതിൽ കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യം? ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പത്രത്തിലോ ന്യൂസിൻ്റെ അടിയിലോ ഓക്കെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്നോ അവർക്ക് ലഹരി കൊടുക്കുന്നത് ശിക്ഷാർഹമാണെന്നോ എന്ന് എഴുതി മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. ഇതിന് വേണ്ടതായിട്ടുള്ള തത്തുല്യമായിട്ടുള്ള രീതിയിൽ നിയമ വ്യവസ്ഥിതികൾ കൊണ്ടുവരണം. ഈ വ്യവസ്ഥിതികളെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള സംവിധാനങ്ങൾ സ്കൂളുകളിലുണ്ടാവണം. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിലുണ്ടാവണം. ഇതേപോലെ ഒരു സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നമ്മൾക്കതുണ്ടാവണം. അപ്പം ഇത് നമ്മുടെ ആരുടെയും കൈകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെയോ ഇതിന്റെ വ്യവസ്ഥിതിയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഈ ലഭ്യത കുറയ്ക്കണം. അത് തീർച്ചയായിട്ടും അത് നമ്മൾ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ലഭ്യത കുറയ്ക്കണം. അതെ അതെ. രണ്ടാമത് ഈ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന് തോന്നുന്നത് ഒരു നാണക്കേടുള്ളൊരു പരിപാടിയാണ്. അവൻ്റെ ആത്മാഭിമാനത്തിന് ഒരു കുറവാണ്. മറ്റുള്ളവർ അവനെ കാണുന്നത് വളരെ ഒരു മോശക്കാരനായിട്ടാണ് എന്ന് ഒരു സാർ തോന്നൽ പറഞ്ഞപ്പോ വരണം. അല്ല, പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നത് അവൻ അതാണ്, അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുന്നതാണ് നല്ലത് സ്റ്റൈൽ എന്നുള്ള ഫാക്ടറാണ്. ആണ്. ആ ഫാക്ടർ മാറിയിട്ട് ഇത് ഉപയോഗിക്കുന്നവൻ ഒരു മോശക്കാരനായിട്ട് അവൻ ചിത്രീകരിക്കപ്പെടുകയാണെങ്കിൽ, ചുറ്റും കാണുന്നത് ആ ഇപ്പൊ നമുക്ക് ഈ രീതിയിലാണല്ലോ. സിഗരറ്റ് വലിയൊക്കെ ഇപ്പൊ പുറത്ത് നമ്മളിപ്പോൾ അധികം കാണാറില്ല. ആരും ഇപ്പോൾ പരസ്യമായിട്ട് വലിക്കണത് പണ്ട് അങ്ങനെയല്ല, എവിടെയും ആൾക്കാർ നിന്ന് സിഗരറ്റ് വലിക്കും. പക്ഷെ ഇപ്പോൾ ആ ഒരു രീതി മാറി തുടങ്ങി. സിഗരറ്റ് വലി ഇപ്പോൾ ആരും അങ്ങനെ പുറത്തുനിന്ന് വലിച്ചാൽ ബാക്കിയുള്ളവർ നീ എന്തിനാ വലിക്കണേ എന്നൊക്കെ ചോദിക്കുന്ന രീതി ആയതുകൊണ്ട് പലരും വലിക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ ഒന്ന് മറച്ചു പിടിക്കാനൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ അതേപോലെ ഇത് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ മണം വരുന്നതും മോശമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിലും ആ ഒരു മോശക്കേട് ഉണ്ടാവണം. അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഒരു അവർ കുറയ്ക്കും. സോഷ്യൽ അക്സെപ്റ്റൻസിന്റെ ഒരു കാര്യമാണത്. ഉം. കാരണം ഇപ്പം മാം പറഞ്ഞ പോലെ ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു, ഇതിനെ ഉത്സവമാക്കുവാണ്. അതെ അതെ അതെ. ശരിക്കും ഇതൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കും സെലിബ്രേഷൻസ്. ഉം. ഇതാണ് ഇപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരുന്ന കാര്യം അത് നമുക്കറിയാം, ഇവന് എത്രമാത്രം ഇൻടോക്സിഫൈഡ് ആണ് എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ കുട്ടികളിൽ ഇതിനെക്കുറിച്ചുള്ള, അതായത് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ, ഇപ്പോൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില സെലിബ്രേഷൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഇതിൽ ഒരു വിഷ്വൽ മീഡിയ ഇതിൻ്റെ അകത്ത് കൂടുതൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. കാരണം ചിലപ്പോൾ നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഞാൻ ചെയ്യാറുണ്ട്, നമ്മുടെ തന്നെ വന്നിരിക്കുന്ന ക്ലയൻസ് അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി വ്യക്തമാക്കാതെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യുകയോ ചെയ്തിട്ട് വരുന്ന കുട്ടികളെയൊക്കെ കേൾപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ചിലതിലൊക്കെ കുട്ടികൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഓക്കെ ഇത് ഉപയോഗിച്ചിരുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യം കേട്ടു എന്നൊക്കെയുള്ള. അപ്പം ഇതേപോലെ തന്നെ ഞാൻ പറയുന്ന വിഷ്വലൈസ് ചെയ്ത് ഇതിൻ്റെ ഒരു കോൺസിക്വൻസസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിന്ന് ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു ഓഡിറ്ററി മൊഡാലിറ്റി മാത്രമേ ഉള്ളൂ. അതെ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ മീഡിയ കടന്നു വരണം. കടന്നു വരണം. എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തുള്ളൂ. അപ്പം ആ ഒരു രീതിയിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ സിജു തോട്ടപ്പള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി.